സാവിന് കൊടുക്കാം. അതിന് ശേഷം ഷാജി അച്ചായന് കൊടുക്കാം. ഞാൻ ഷാജി അച്ചായനോട് കൂടി ഈ പെരയുടെ ആദ്യകാലം ഇതിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുകൂടി കൂടിയാണ് ഇവർക്കൊരു പെര പണിത് കൊടുക്കണമെന്ന് ഒരുമിച്ചിരുന്ന് ആലോചിക്കുവാൻ തയ്യാറായത്. എനിക്ക് തോന്നുന്നു ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ട് നമ്മളൊരു അപേക്ഷ കൊടുത്തു. അതിൻ്റെ ആദ്യപടി അവിടെയായിരുന്നു. എന്നാൽ അത് ചില സാങ്കേതിക നടന്നില്ല. കാരണം പുള്ളി ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കും, ഞാനത് വിശദീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മളോട് ഈ ആശംസ അറിയിപ്പിച്ച വേണുവച്ചായനോട് എൻ്റെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും എനിക്ക് പല വർഷങ്ങളായിട്ട് അറിയാവുന്നതുമായ സാമൂഹ്യ പാസ്റ്റർ, PCCയുടെ ജനറൽ സെക്രട്ടറി, അതിലുപരി ഉടുമ്പൻചോലയുടെ നല്ല ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഓടിയിടുന്ന് ഞങ്ങളൊപ്പം നിൽക്കുന്ന വേണു സാർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡൻറ്റും, രാജാക്കാടിലെ ഞങ്ങൾ സ്നേഹിതരും, വേണു സാർ പറഞ്ഞാൽ 2 രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഒന്നിച്ച് നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ജോലിലാൽ അടുത്തായിട്ട് ഷായിച്ചേട്ടൻ മുല്ലക്കാനത്ത് വളക്കടയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനങ്ങൾ. ഞാൻ വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പ്രഗത്ഭരായ വേണു സാറിനെ പോലുള്ള ആളുകൾ പ്രസംഗിക്കാനുള്ളതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജോലിലാലാണെങ്കിലും നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. നമ്മൾ പ്രസംഗത്തിൽ വലിയ കലയുള്ള ആളല്ല. എങ്കിലും എൻ്റെ ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നീ പ്രസംഗത്തിലും കൂടെ കലയുണ്ടായിരുന്ന പിന്നെ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? എനിക്ക് ഈ സാമുവൽ പാസ്റ്ററിനെ വളരെ വർഷങ്ങളായിട്ട് 14 വർഷത്തിൽ മേളിൽ പരിചയമുള്ള ഒരാളാണ്. പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ അടിവാര മേഖലയിൽ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. എൻ്റെ ഇടയ്ക്ക് പാസ്റ്ററിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് കൂടെയുള്ള ഒരാൾക്കൊരു അസൂയ തോന്നി. പാസ്റ്റർ ഓർക്കുന്നുണ്ടായിരിക്കും, പുള്ളി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞങ്ങളൊക്കെ ശക്തമായിട്ട് അതിനെ എതിർത്ത് നിർത്തി പാസ്റ്ററിനെ നിലനിർത്തിയ ഒരാളാണ്. അതിലുപരി പാസ്റ്റർ ഇപ്പം ചിലരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയും, ഞാനിത് 11ാമത്തെ വീടാണ്, ഞാനിത് 16ാമത്തെ വീടാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ 7 പെര പണിത് കൊടുക്കുമ്പോഴും 6 പെരയുടെ ഹൗസിംഗ് ഫാമിന് വരെ ഞാൻ സാറിനോട് പാസ്റ്ററിനെ വിളിച്ച് ഞാൻ ചെന്നൊരു വ്യക്തിയാണ്. 7ാമത്തെ തറക്കല്ലടിയിൽ ഞാൻ വന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോൾ കട്ടിലവെപ്പിനും എനിക്ക് വരാൻ കഴിഞ്ഞു. എല്ലാ പ്രവർത്തനങ്ങളും പാസ്റ്ററുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്ന ആളാണ്. പാസ്റ്റർ അവിടെ ഒരു ദേവാലയം നടത്തുന്നുണ്ട്. അതിൽ ഇപ്പോൾ 90 വീടുകാരുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നയിക്കുന്ന ഒരാളാണ് പാസ്റ്റർ. ആ നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പാസ്റ്റർ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. പാസ്റ്ററിന് ഇത്ര ഒരു നല്ല മനസ്സ് തോന്നിയതിന് പാസ്റ്ററിനെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്താണേലും ഇനിയും പാസ്റ്റർ ശക്തമായിട്ട് അടിവാരത്തിനല്ല, ഈ നാട്ടിലെ ഈ ജില്ലയ്ക്ക് തന്നെ ഒരു മാതൃകയായിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പാസ്റ്ററിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.